എന്റെ മക്കളെ അച്ഛനെ രക്ഷിക്കണേ. വലിയ ഗുണ്ടയാണെന്ന് പറയുമെങ്കിലും പോലീസിന്റെ ഇടി അങ്ങേർക്ക് പണ്ടേ പേടിയാ. ഇടി കൊള്ളാതിരിക്കാൻ വേണ്ടിയേ ചിലപ്പോ കൂട്ടുപ്രതികളാണെന്നും പറഞ്ഞേ നമ്മുടെയൊക്കെ പേരും കൂടി പറഞ്ഞു കൊടുക്കും. അമ്മ വിഷമിക്കാതെ, ഞാൻ സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാം. SP എന്റെ സ്വന്തം ആളാ. സ്വന്തം അച്ഛൻ ലോക്കപ്പിൽ കിടക്കുമ്പോ ഒന്ന് തള്ളി നിർത്തടാ. വേണ്ടല്ലേ. ശരി അമ്മേ. ചേടാ, SP എങ്കിലും ഞാനും തമ്മിലുള്ള കണക്ഷൻ ഇവരെന്താ വിശ്വസിക്കാത്തേ? എന്തായാലും കാറി വെച്ച് തന്നെ സ്വാമികളെ വിളിക്കാം. സൂക്ഷിച്ച്, ക്ഷതം പറ്റാത്ത വളരെ കുറച്ച് എല്ലുകളെ ശരീരത്തിലുള്ളെന്നാ വൈദ്യർ പറഞ്ഞത്. ഒടിയരുത്. അയ്യോ, കാല് കുത്തുമ്പോ ഒടിഞ്ഞ മോളെ, അവര് വന്നു. അയ്യോ, പോലീസുകാർ ഒരുപാട് ഉപദ്രവിച്ചോ? സർക്കിൾ ഇൻസ്പെക്ടർ ഇടിക്കാൻ തുടങ്ങിയപ്പോ SP ഓഫീസിൽ നിന്ന് കോള് വന്നു. പിന്നെ ഇടിച്ചില്ല. ഇടി കൊണ്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര ആവശ്യത? ഇടി കൊണ്ടില്ലാന്ന് ആര് പറഞ്ഞു? പോലീസുകാരെല്ലാം നല്ല രീതിയിൽ പെരുമാറി ചമ്മന്തി പരുവാക്കി. അവസാനത്തെ ഇടി സർക്കിൾ സാർ നേരിട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോഴാ കോള് വന്നു. അയ്യോ, അതൊക്കെ സുഭദ്രേ, പോലീസുകാർക്കൊന്നും ഒരു മര്യാദ ഇല്ലേ സുഭദ്രേ? പഴയ കാലത്ത് പോലീസുകാരും ഗുണ്ടകളെന്നൊക്കെ പറഞ്ഞ ഒരമ്മ പറ്റ മക്കളെ പോലായിരുന്നു. ഓ, ആ ഒരു മേക്ക് അങ്ങ് പോയി. ആ കലികാലത്തിന്റെ ഓരോ കളികള്. പിന്നെ SP ഓഫീസിൽ നിന്ന് വിളിച്ചെന്നൊക്കെ പറയുന്നത് അച്ഛന്റെ തള്ള. ഏട്ടൻ പോയി ജാമ്യത്തിൽ ഇറക്കിയതായിരിക്കും. അല്ലാതെ നമുക്ക് വേണ്ടി ആര് വിളിക്കാനാ? സുഭദ്രേ, നീ എന്നെ എവിടെയെങ്കിലും കൊണ്ടൊന്ന് വെക്കണേ. ഒന്ന് പതുക്കെ പിടിയടി. SP അങ്കിളിനെ കൊണ്ട് ഞാനാ വിളിപ്പിച്ചത്. ആ, അടുത്ത ആളുടെ തള്ളു തുടങ്ങി. പതുക്കെ പിടിയടി, പഴുത്തിരിക്കുവാ. അവൻ പറഞ്ഞ സത്യ. ഏതോ SP ഇവരും തമ്മില് നല്ല ബന്ധുവാ. അതല്ലെങ്കിൽ എന്റെ മോൻ എടുക്കന. വലിയ വലിയ ഉദ്യോഗസ്ഥരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവന് നന്നായിട്ട് അറിയാം. SP അങ്കിളിന് ഞാൻ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ വെറും നിസ്സാരം. കേക്കങ്ങോട്ട്. ഒരു വലിയ പ്രശ്നം താൻ ഈസി ആയിട്ട് കൈകാര്യം ചെയ്തു. നന്ദി പറയാൻ പോലും എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ലടോ. ഇനിയും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചോളാൻ SP അങ്കിൾ പറഞ്ഞിട്ടുണ്ട്. ആണോ? എന്നാലും പഴയ പണിയൊക്കെ നിർത്തി നിങ്ങൾ എന്തിനാ പോലീസ് പിടിച്ചോണ്ടുപോയത്? അനീതി, അക്രമം, അനാവശ്യം. ഒന്ന് പിടിയടി. എന്തിനാ? കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോ ഒരു പഞ്ച് കിട്ടണ്ടേ? ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിന് അറസ്റ്റിലാകുന്ന ഈ ജനാധിപത്യ രാജ്യത്തെ ആദ്യത്തെ പൗരനാവും ഞാൻ. ഇവിടുത്തെ സംഹിതകൾ ശരിയല്ല. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. നല്ല വേദനയുണ്ട്. അതെ, ഈ ഉദ്ഘാടനം ചെയ്തവരൊക്കെ അറസ്റ്റ് ചെയ്യുന്നതേ എവിടുത്തെ നിയമമാണെന്ന് SP സാറിനോടൊന്ന് ചോദിക്കണം മോനെ. അമ്മ ഇത് എന്തറിഞ്ഞിട്ടായി പറയുന്നേ? അച്ഛൻ ഉദ്ഘാടനം ചെയ്തേ ഗുണ്ടകളുടെ ഓഫീസാ. എല്ലാത്തരം കൊട്ടേഷൻ വർക്കുകളും ഏറ്റെടുത്ത് നടത്തി കൊടുക്കപ്പെടും എന്ന് എഴുതി അച്ഛന്റെ ഫോട്ടോയും വെച്ച് ഫ്ലക്സ് അടിച്ചു വെച്ചു. പിന്നെ പോലീസുകാർ വെറുതെ ഇരിക്കുവോ? കേറിയാകാൻ മേഞ്ഞു. ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയതാടി. ആദ്യത്തെ ദിവസം തന്നെ ചീറ്റിപ്പോയി. വെറുതെ ആണോ പറയുന്നത് കേരളം വ്യവസായ സംരംഭത്തിന് പറ്റില്ല എന്ന്? നിങ്ങളുടെ ഒരു സ്റ്റാർട്ടപ്പ് ഈ വീടിന്റെ പുറത്തിറങ്ങിയ ഇവിടെ കാലം തല്ലുപിടിക്കും. എടി, ഈ ശരീരത്തിൽ ഒടിയാനൊന്നും ബാക്കിയില്ലടി. അതെ, കാറിനെ അമ്മയുടെ 5000 രൂപീസിന്റെ സാരി എടുത്തു കൊടുത്തേക്കെ. മോളെ ഫോൺ താടി, ഓഫീസിൽ നിന്ന് കോള് വരും.
ഫോൺ വിളിച്ചപ്പോ സാരിയുടെ വില 4000 എന്നാണല്ലോ പറഞ്ഞേ. ആ സുഭദ്രേ സുഭദ്രേ എന്നെ കൊണ്ടുപോയൊന്ന് കട്ടിൽ വെക്കടി. ആദ്യേ ഞാൻ എന്റെ സാരി ഒന്ന് കാണട്ടെ, അത് കഴിഞ്ഞെടുത്തോണ്ട് പോകാം. പോട്ട്. ഇങ്ങോട്ട് താണി എന്റെ സാരി. അമ്മേ സുഭദ്രേ എനിക്ക് നോക്കട്ടെ. നിന്റെ കഴുത്തിൽ താലി കെട്ടി എന്നെ കൂടി കൊണ്ടുപോടി. ഏട്ടാ, ഏ? അമ്മയ്ക്ക് വേണ്ടി ഏട്ടൻ വാങ്ങിച്ചതേ വേറെ ലോ ക്ലാസ് സാരിയാ. എന്നാരും പറഞ്ഞു? 5000 കൊടുത്ത് വാങ്ങിച്ചതാ. വെറുതെ തള്ളണ്ട. ഫോൺ വിളിച്ചപ്പോ 4000 രൂപ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോ 1000 രൂപ കൂടിയോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? ചിലപ്പോ പറഞ്ഞു കാണും. 5000 രൂപയുടെ സാരി 1000 രൂപ റിഡക്ഷൻ കഴിഞ്ഞ് 4000 രൂപയ്ക്ക് കിട്ടിയത്. എന്നാലും സാരി 5000 രൂപടാ. ഇങ്ങനെ വാചകടിക്കുന്നതിന് മുൻപ് ഇതില് പ്രൈസ് സ്റ്റിക്കർ എങ്കിലും എടുത്ത് കളഞ്ഞൂടായിരുന്നോ? എവിടെ? ഇതിന് വെറും 250 രൂപയേ ഉള്ളൂ. വിലയിലല്ല കാര്യം. ഹോ, എന്റെ മോനിങ്ങനെ പറഞ്ഞ അമ്മയ്ക്ക് വാങ്ങിത്തരാൻ തോന്നിയല്ലോ. ഇന്നും ഇവന് വേണ്ടി ഒന്നും വാങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും പുറത്തു പോകുന്ന ഇവന് എന്നേക്കാൾ കൂടുതൽ ഉടുപ്പ് വേണ്ടത്. എന്നിട്ടും സ്വന്തം കാര്യം നോക്കാതെ എനിക്കൊരു സാരി വാങ്ങിക്കൊണ്ട് തന്നില്ലേ. എത്ര വില കുറഞ്ഞതാണെങ്കിലും മോനെ എനിക്കിത് വലിയ കാര്യ. എനിക്ക് ആവശ്യത്തിന് ഡ്രസ്സൊക്കെ ഉണ്ടമ്മേ. ഏട്ടൻ ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ തള്ള സ്വഭാവം അതൊന്ന് കുറയ്ക്കണം. ധ്വനി ചേച്ചി വന്നു കഴിയുമ്പോ അതൊക്കെ അങ്ങ് മാറിക്കോളും. അവിടെ എന്തിനും കൂടെ പറഞ്ഞു? ആരാ ഈ ധ്വനി? ഒരു സുന്ദരി ചേച്ചി അമ്മേ. ഏട്ടനോ ചേച്ചി തമ്മിൽ സ്നേഹത്തില. അനാവശ്യം പറയരുത് അമ്മേ. അവളെന്റെ ഫ്രണ്ട് മാത്രം, ഫ്രണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഫാമിലി ലൈഫില് ഹസ്ബൻഡും വൈഫും നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം ഏട്ടാ. മുട്ടയെന്ന് വിരിയുന്നതിന് മുമ്പ് ഫാമിലി ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്ന അമ്മേ. അപ്പൊ നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാല്ലേ? ഓ, ഇതൊക്കെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതലേ അറിയാം. സുഭദ്രേ ഈ കുഴമ്പ് ചൂടാക്കി ഒന്ന് തീരുമാനം. നിങ്ങളെ കുറച്ച് വെയിറ്റ് ചെയ്യ്. ഞാൻ ആദ്യം ഇവന്റെ കല്യാണക്കാരി ഒന്ന് തീരുമാനിക്കട്ടെ. ആ പെണ്ണ് എവിടെയുള്ളതാ? അയ്യോ അമ്മേ, ആ ധ്വനി എന്റെ ബെസ്റ്റി മാത്രമാ. ഓ, ബെസ്റ്റിയാ? അതെന്ത് കുന്തുവാ? ഇപ്പോഴത്തെ ബോയ്സും ഗേൾസും ഏറ്റവും കൂടുതൽ പറയുന്ന കള്ളവാക്കാ ബെസ്റ്റി. ഇവിടെ സംഭവം പഴയ ലൈൻ തന്നെയാ. അമ്മ ഇവിടെ വെറുതെ കള്ളം പറയാ. ബെസ്റ്റി വേറെ, ലൈൻ വേറെ. അപ്പൊ നിന്റെ ലൈൻ ആരാ? അയ്യോ എന്നെ കൊല്ല്. സുഭദ്ര എന്റെ നടു. നിങ്ങളുടെ ഒരു നടു. ഗുണ്ട ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിന് കിട്ടിയ ഇടിയല്ലേ? കുറച്ച് സഹിക്ക്. പോ